തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കാർഡിയോളജി ഒപിക്ക് മുന്നിൽ വൻ പ്രതിഷേധം. ടോക്കൺ കഴിഞ്ഞുവെന്ന് പറഞ്ഞ് രോഗികളെ പറഞ്ഞയച്ചതിലാണ് പ്രതിഷേധം. സർജറിക്ക് നിശ്ചയിച്ച രോഗികളെ അടക്കമാണ് പറഞ്ഞയച്ചത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, എന്താണ് ഉണ്ടായത്? പാവം രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ പോലും ഇങ്ങനെ ടോക്കണിൻ്റെയൊക്കെ പേര് പറഞ്ഞ് നോക്കൂ, എത്ര പേരാണ് പ്രശാന്തിന് പിന്നിലുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ വേദന അറിയാതെ പോകുന്നുവോ? കൃഷ്ണരാജ്, രാവിലെ മുതൽ ആശുപത്രിയിലെത്തിയ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിലെത്തിയ രോഗികളാണ് ഇത്തരത്തിൽ വലഞ്ഞു നിൽക്കുന്നത്. അവിടെ അധികൃതരുടെ ഭാഗത്തു നിന്നും ടോക്കൺ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ടോക്കൺ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയച്ചു എന്നാണ് ഈ രോഗികളെല്ലാവരും പറയുന്നത്. അതായത് 150 ടോക്കൺ മാത്രമാണ് നൽകുന്നത്. ആ 150 ടോക്കണിൽ ഭൂരിഭാഗവും ഓൺലൈനായി പോകും. അതിനുശേഷം തുടർന്നുള്ള ഈ ഓൺലൈൻ എടുക്കാത്ത ആളുകളാണ് ഇവിടെ വന്ന് ആശുപത്രിയിലേക്ക് വരികയും ടോക്കൺ ഇല്ല എന്നവരോട് പറയുകയും ചെയ്തത്. ഗുരുതരമായിട്ടുള്ള അസുഖം നേരിടുന്നവരാണ് ഈ ഉള്ളവരിൽ പലരും. അതോടൊപ്പം തന്നെ സർജറിക്കടക്കമുള്ള ഡേറ്റ് നിശ്ചയിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. രോഗികളോടാണ് ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ടോക്കൺ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞ് അയക്കാനുള്ള ശ്രമം നടക്കുന്നത്. നിങ്ങൾ എത്ര മണിക്ക് എത്തിയത് ഇവിടെ? 4:30 മണിയായപ്പോൾ ഇവിടെ വന്നതാ. വെളുപ്പിന് 4:30 മണിക്ക്? 4:30 മണിക്ക് ഇവിടെ വന്നതാ. എന്താ പറയുന്നത്? 4:30 മണിക്ക് വന്ന് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുമായിരുന്നു. നിന്ന് ഏകദേശം കുറേ ദൂരം എത്തിയപ്പോഴത്തേനും അവർ പറഞ്ഞത് കാർഡിയോളജിയുടെ OP ക്ലോസ് ആയി, ഇനി OP അതിൽ ടോക്കൺ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം അച്ഛന് സർജറി പറഞ്ഞിരുന്നതാണ്. ചൊവ്വാഴ്ച ഇടന്ന് അഡ്മിറ്റ് പറഞ്ഞ് സർജറി പറഞ്ഞിരുന്നതാണ്. അപ്പം ഞങ്ങൾ OP കിട്ടിയാലേ ഫിറ്റ്നസ് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഫിസിഷ്യനെ കാണിച്ച് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് തരാൻ പറ്റത്തില്ല, 150 OP ഉള്ളൂ, അത് കഴിഞ്ഞു, ഇനി തരാൻ പറ്റത്തില്ല. ഒത്തിരി ആൾക്കാർ എൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരാർക്കും OP കിട്ടിയിട്ടില്ല. എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. അവർക്കറിഞ്ഞിട്ടില്ല. അവരാരും പറഞ്ഞത് തരാൻ പറ്റത്തില്ല, ഇനി ക്ലോസ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അവരടുത്ത് ഞങ്ങൾ ഈ സർജറിക്കാർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അടുത്ത OPയിൽ വരാം. ഞങ്ങൾ എങ്ങനെ എന്ത് വിശ്വസിച്ച് അടുത്ത OPയിൽ വരണം? ആഴ്ച 2 തവണ മാത്രമാണ് OP ഉള്ളതല്ലേ? തിങ്കളും വ്യാഴവും മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത തിങ്കളാഴ്ച വരാനാണ് അവർ പറയുന്നത്. ഈ തിങ്കളാഴ്ച വന്നാലും അപ്പോഴും ഇത് തന്നെയാണ്. കൂടുതലും ഓൺലൈനാണ് പോകുന്നത്. ഓൺലൈൻ OP ഒരു 100 120 ഓൺലൈൻ പോയിട്ട് ഒരു 10 20 അല്ലെങ്കിൽ കൂടിപ്പോയ 30 OP ആണ് നേരിട്ട് കൊടുക്കുന്നത്. ഒരുപാട് ആൾക്കാർ, പ്രായം ചെന്ന ആൾക്കാരാണ് വരുന്നത്. അവർ ആധാറുമായിട്ടൊന്നും അവർക്ക് ഓൺലൈൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അവർ ചെയ്തിട്ടില്ല. നേരിട്ട് വരുന്നവർക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഒന്നുകിൽ OP ടിക്കറ്റിൻ്റെ ഇത് എണ്ണം കൂട്ടുക, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്കെങ്കിലും ഏറ്റെങ്കിലും ഇട്ട് തരിക. ഇതൊന്നും ചെയ്യാതിരുന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതിനൊരു തീരുമാനം എന്തായാലും ഉണ്ടാക്കി തരിക, അതാണ് ചെയ്യേണ്ടത്. ചേട്ടാ, ഇത് രാവിലെ വന്നവരിൽ ഒരുപാട് പേര് നിൽപ്പുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് അവർ 7:30ക്കാണ് കൗണ്ടർ തുറക്കുന്നത്. 7:30 അടുപ്പിച്ചാണ് കൗണ്ടർ തുറക്കുന്നത്. പക്ഷേ കൗണ്ടർ തുറന്നു കഴിഞ്ഞാൽ അവർ ടോക്കൺ കൊടുത്ത് വരുന്നത് നല്ല സ്ലോ ആയിരുന്നു. കൊടുത്തൊരു 8 മണിയായപ്പോഴാണ് ഇത് തീർന്നു എന്ന് അവർ പറയുന്നത്. അപ്പോൾ അത്രയും പേരെ മാത്രമേ അവർ ഈ ടോക്കൺ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ രാവിലെ വന്നവരുണ്ട്, ഓപ്പറേഷൻ നിശ്ചയിച്ചവരുണ്ട്. ഈ ഇതിന് വേണ്ടിയിട്ട് വന്ന ഒരുപാട് പേര് നല്ല രീതിയിൽ വരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെക്കപ്പ് ചെയ്യാനുള്ളവരുണ്ട്, അത് പറ്റാതിരിക്കുകയാണ്. ഇതിന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓൺലൈനിലുള്ള അവർ കൊടുത്തോട്ടെ, പക്ഷേ അതിന് പുറമെ നമുക്ക് ടോക്കൺ കൂടുതൽ കൊടുക്കാം. ഇതിലാകെ 150 ടോക്കണാണ് ഇവർ കൊടുക്കുന്നത്. അതിൽ തന്നെ 10-90 ഓൺലൈൻ പോവുകയാണ്. അതിലാകെ 60 50 അതിനകത്തൊക്കെ വരുന്നുള്ളൂ. അതിൽ എത്രയാണെന്നുള്ള കണക്ക് ഞങ്ങൾക്ക് വ്യക്തമല്ല. എത്ര ഡോക്ടർമാരുള്ളത് ഇവിടെ? ഡോക്ടർ ഒരു കാർഡിയോളജിസ്റ്റാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഒരു മെഡിക്കൽ ഡോക്ടർ പറഞ്ഞത്. മെഡിസിൻ്റെ ഒരു ഡോക്ടറാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പറഞ്ഞു വെച്ചാൽ ഒരു കാർഡിയോളജിസ്റ്റേ ഉള്ളൂ, ബാക്കി 3 പേര് അതിൽ സപ്പോർട്ടായിട്ടിരിക്കുന്ന ഡോക്ടർമാരാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് ഒരു 85 ടോക്കണൊക്കെ നോക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. കൃഷ്ണരാജ്, ഈ രാവിലെ തന്നെ 4 മണിക്ക് ആണ് ഇവരെത്തുന്നത്. 4 മണിക്കെത്തി ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നും ഇത്തരം അനുഭവം ഉണ്ടാകുമ്പോൾ അവർ പരാതിപ്പെട്ടതോടുകൂടി തന്നെ കാർഡിയോളജി OPയിൽ നിന്നും മാറിയിട്ട് മെഡിസിൻ OPയിലേക്കാണ് വരാൻ പറയുന്നത്. കാരണം മെഡിസിൻ OPയിൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും പനിയും ചുമയും അടക്കമുള്ളവ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെഡിക്കൽ OPയെ നമ്മൾ സമീപിക്കുന്നത്. അങ്ങനെ ഇവരോട് മെഡിക്കൽ OPയിലേക്ക് എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കാർഡിയോളജി OPയിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഓർക്കണം, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് എന്നത് ഓർക്കണം. തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയാണ്. സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ വന്നു പോകുന്നതാണ്. പ്രത്യേകിച്ചും കാർഡിയോളജി വിഭാഗം എന്ന് പറയുന്നത് കൂടുതൽ പരിഗണന വേണ്ട ഒരു ആശുപത്രിയാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ്. അവിടെയാണ് സർജറിക്ക് നിശ്ചയിച്ചിട്ടുള്ള അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരികയും അതിൻ്റെ ഡേറ്റുകളടക്കം നിശ്ചയിച്ചവർ വരികയും അതിൻ്റെ ചെക്കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരികയും ചെയ്തത്. ആ സമയത്താണ് ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് OP ടിക്കറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞു വിടുന്നൊരു സമീപനം ഉണ്ടാകുന്നത്. അതും ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്, അല്ലേ? ഒരു ഡോക്ടറെ ഉള്ളൂ എന്നാണ് പറയുന്നത്. എത്ര മണിക്കാണ് വന്നത്? ഞങ്ങൾ 6 മണിക്ക് വന്നു. രാവിലെ 6 മണിക്ക് വന്നു. എന്താ പറയുന്നത് ഇവിടുന്ന്? ഇപ്പം OP കഴിഞ്ഞു, ഇനി പൊക്കോളാൻ പറഞ്ഞു. ഹാർട്ടിന്റെ ബ്ലോക്ക് ആയിട്ടാണ് വന്നത്. ഡോക്ടറെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് ഇങ്ങോട്ട് വിട്ടതാണ്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഞങ്ങളിത് രാവിലെ വെളുപ്പാക്കാലം ഞാൻ 4:30 വന്നു.
വന്നിട്ട് ലൈനായിട്ട് നിന്നിട്ട് കുറേ കഴിയുമ്പോൾ ടോക്കൺ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. അത് ഇന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച വന്നത്, ഇന്ന് ഈ വ്യാഴാഴ്ച വന്നു. അപ്പോൾ ടോക്കൺ തീർന്ന് പൊക്കോളാൻ പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്കുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ ടോക്കൻ്റെ ഓൺലൈനായിട്ട് പൊക്കോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ മൊത്തമുള്ള 150 എന്നുള്ളതിൻ്റെ ടോക്കൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക. അത് പോയിട്ട് ഈ വരിയായിട്ട് ചെന്ന് നിൽക്കുന്നല്ലോ, അന്ന് ടോക്കൺ കിട്ടാത്തവരെ അടുത്ത ദിവസത്തേക്കുള്ള അടുത്ത OP ദിവസത്തേക്കുള്ള ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മളെ ആവശ്യം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ RMA കാണാനായിട്ട് പറഞ്ഞ് വിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഇത്രയും നേരം RMA വന്നില്ല. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ജനറൽ ആശുപത്രിക്ക് മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രായമായ ആൾക്കാരാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ ആശുപത്രിയെ സമീപിക്കുന്നത്. ആ ആശുപത്രിയെ സമീപിച്ച അവർക്കാണ് ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ആശുപത്രിയുടെ ഭാഗത്തുണ്ടാകേണ്ട കാരുണ്യം പകർന്നു നൽകേണ്ട ആ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നമുക്കിവിടെ കാണാൻ കഴിയും. സർജറി അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നാണ്. ഈ ചേട്ടൻ സർജറി നിശ്ചയിച്ചിരിക്കുന്നതാണല്ലേ ചേട്ടാ? എന്നാ സർജറി? ചൊവ്വാഴ്ചയാണല്ലേ? എന്താ പറയുന്നവര്? ഇവിടുന്ന് ഇത് കിട്ടി, ഇവിടുന്നൊക്കെ ഇത് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലേ ഇത് കിട്ടുള്ളൂ. ഇവരാരും തരുന്നുമില്ല, ഇതും പറയുന്നുമില്ല. ഈ ചേട്ടൻ സർജറി, ഈ ചൊവ്വാഴ്ച സർജറി നിശ്ചയിച്ചിരിക്കുന്ന ചേട്ടനാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഫിറ്റ്നസ് അടക്കമുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് ഈ ജനറൽ ആശുപത്രിയിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ ടോക്കൺ ഇല്ല, അല്ലെങ്കിൽ OP ടിക്കറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ചേട്ടനെ പറഞ്ഞയക്കാൻ നോക്കുന്നത് അല്ലേ? അതെ, ഇത് ടോക്കൺ ഇല്ല എന്ന് പറഞ്ഞ ഇത് കിട്ടിയാൽ മാത്രമേ ഫിസിഷ്യനെയും കാണിച്ചിട്ട് ചൊവ്വാഴ്ച അഡ്മിറ്റ് ചെയ്ത് സർജറിക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ എന്തായാലും ഇത് കിട്ടാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനും പറ്റത്തില്ല, അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കണ്ണിന് അത്രയ്ക്കും ബുദ്ധിമുട്ടായിരിക്കണം, കാഴ്ച ഒട്ടും ഇല്ലാത്ത ആളാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അവരെ എടുത്ത് കാണിച്ചു ഈ ഫിറ്റ്നസ്സിനാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോഴും പറയുന്നത് ഇവിടുന്ന് ജനറലിൽ നിന്ന് വാങ്ങിച്ച് BP നോക്കാനൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഫിറ്റ്നസ്സിന് BP നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. ഞങ്ങൾക്ക് BP നോക്കാനാണെങ്കിൽ പുറത്തുനിന്നായിരുന്നല്ലോ നോക്കാൻ പറ്റും സാർ. ഇതിപ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വലിയ വേദനയാണ് നമുക്കിത് കാണുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം സ്വാഭാവികമായിട്ട് ഏറ്റവും പാവപ്പെട്ടവരാണ് ഈ ജനറൽ ആശുപത്രിയെ സമീപിക്കുന്നത്, സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്. അങ്ങനെ ആ സർക്കാർ ആശുപത്രിയെ സമീപിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ പിന്നെ പറഞ്ഞു വിടുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത്. 4 മണിയും വെളുപ്പിന് 4 മണി 5 മണി സമയത്തൊക്കെയാണ് ഈ ആശുപത്രിയിലേക്ക് പല ദൂരദേശങ്ങളിൽ നിന്നടക്കം വണ്ടി കയറി ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അത്തരം ആളുകൾ ഇവിടേക്ക് എത്തുമ്പോഴാണ് ഈ സമീപനം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. രാവിലെ 4 മണിക്കൊക്കെ എത്തുന്നവരാണ്. 150 ടോക്കൺ മാത്രമേ ഈ ഒരു ദിവസം നൽകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 150 ടോക്കൺ നൽകുമ്പോൾ ആ 150 ടോക്കണിൽ ഭൂരിഭാഗവും ഓൺലൈനായിട്ട് പോകും. ഈ നിൽക്കുന്നതെല്ലാം ഓൺലൈൻ എടുക്കാത്തവരാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഈ ഓൺലൈൻ ടോക്കൺ എടുക്കുന്നതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ പരിജ്ഞാനക്കുറവായിരിക്കാം, മറ്റ് ചില ആധാർ അപ്ഡേഷൻ നടത്താത്തവരായിരിക്കാം. അങ്ങനെ പ്രായം ആയ നിരവധി പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓൺലൈൻ ടോക്കൺ എടുക്കാതെ വരുന്നത്. അങ്ങനെ ഓൺലൈൻ ടോക്കൺ എടുക്കാതെ വരുന്നവരോട് ഈ ആശുപത്രിയിലെത്തി OP ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോഴാണ് പറയുന്നത്, OP ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോഴാണ് പറയുന്നത് ആ ടിക്കറ്റ് കഴിഞ്ഞു പോയി, നിങ്ങൾ ഇനി അടുത്ത ആഴ്ച വരാൻ പറയുന്നത്. അടുത്ത ആഴ്ച വരുമ്പോഴും സമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതോടുകൂടി സംഭവിക്കുന്നത് എന്തെന്നാൽ ഇവരുടെ ഈ സർജറി അടക്കമുള്ളവരുടെ ഈ ഫിറ്റ്നസ്സിനടക്കം ആണ് ഇവിടേക്ക് എത്തുന്നത്. മാത്രമല്ല ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തിൻ്റെ മറ്റ് തുടർ ചെക്കപ്പുകൾ അടക്കം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എത്തുന്നത്. അതൊക്കെ നിന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുമാത്രമല്ല ഏറ്റവും വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നത്. കാരണം നമുക്കറിയാം അടിയന്തരമായ ചികിത്സ വേണ്ട ഒരു സംവിധാനമാണ് ഈ ഹൃദ്രോഗ വിഭാഗം എന്ന് പറയുന്നത്. മാത്രമല്ല ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് കൂടുതൽ പരിഗണന വേണ്ടവരാണ്. അത്തരത്തിൽ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആശുപത്രിയുടെ ഭാഗത്തടക്കം വേണം. അത്തരം പരിഗണന വേണ്ടവരോടാണ് ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ടോക്കൺ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞയക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത്. ഇതാണ് ഏറ്റവും വലിയ. ഈ പുലർച്ചെ 4:30 അവിടെ എത്തിയവരുണ്ട്. എനിക്ക് തോന്നുന്നു ആ അച്ഛനുമായി വന്ന ആൾ, ശസ്ത്രക്രിയ അടിയന്തരമായി വേണ്ട ഒരാളുടെ പിന്നെ മകളാണെന്ന് തോന്നുന്നു ആ പറഞ്ഞത്. 4:30 എത്തിയ അവർക്ക് ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എത്ര സമയം വേണം, എത്ര നേരത്തെ ഇറങ്ങണം? 2 മണിക്കോ 1 മണിക്കോ ഒക്കെ ഇറങ്ങിയാൽ തയ്യാറായി വരാവുന്ന ഒരിടമാണ് ജനറൽ ആശുപത്രി എങ്കിൽ ഈ 4:30 ശേഷം പിന്നെ ആർക്കാണ് ടോക്കൺ കൊടുത്തത്? 7:30 3 മണിക്കൂർ അവിടെ നിന്ന ഒരു വീട്ടിൽ നിന്നെത്തിയവർക്ക് പോലും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കൊടുത്തത്? ഇനി ഒരു കാര്യം കൂടിയുണ്ട്, മുഴുവൻ ഓൺലൈൻ വഴി എന്നാണോ? അതൊന്ന് അന്വേഷിക്കണം.
ഓഫ്ലൈനായും ടോക്കൺ നടക്കുന്നുണ്ട്. പൂർണ്ണമായും ഓൺലൈൻ ആണെങ്കിൽ പോലും ഓൺലൈനിൽ എടുക്കാൻ കഴിയാത്തവർക്ക് ഓഫ്ലൈൻ സംവിധാനമുണ്ട്. അത് ഓൺലൈൻ ബുക്ക് ചെയ്തതിന് ശേഷം ബാക്കി എത്ര OP ടിക്കറ്റ് അവശേഷിക്കുന്നോ അതായിരിക്കും ഈ ഓഫ്ലൈനായിട്ട് നൽകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ചേട്ടൻ വന്നിരിക്കുന്നത് 3 മണിക്കാണല്ലേ? പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണോ അല്ലേ? അതെ. എവിടുന്നാണ് വരുന്നത്? ഞാൻ അടിമലത്തറന്നാണ് വരുന്നത്. കഴിഞ്ഞ ഈ പോയ തിങ്കളാഴ്ച വന്നിട്ട് തിരിച്ചു പോയി, ഇതേ ടൈമിൽ വന്നിരുന്നു കേട്ടോ. ഇന്ന് അതേ ഗതിയാണ് ഇന്ന് കാണുന്നത്. ടിക്കറ്റില്ല, ഇന്നും തിരിച്ചു പോകാൻ പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അടിമലത്തുറയിൽ നിന്നാണ് വരുന്നത് ചേട്ടൻ. രാവിലെ 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വെളുപ്പിന് 3 മണിക്കും 2 മണിക്കും എല്ലാം വീട്ടിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് വന്നെങ്കിൽ മാത്രമേ ഈ ജനറൽ ആശുപത്രിയിൽ എത്താൻ സാധിക്കൂ. അങ്ങനെ എത്താൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ വരുന്ന രോഗികളോടാണ് ഇത്തരത്തിൽ അധികൃതരുടെ ടോക്കൺ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഡോക്ടർമാരില്ല, ഒരു ഡോക്ടർ മാത്രമേ ഈ കാർഡിയോളജി വാർഡിലുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഒപ്പം നിൽക്കുന്നവർ പ്രതിഷേധിക്കുന്നവരെല്ലാം പറയുന്നത്, രോഗികളായിട്ടുള്ളവരെല്ലാം പറയുന്നത്. ഒരു ഡോക്ടർ മാത്രമാണ് സേവനത്തിലുള്ളതെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിലെ തന്നെ ജനറൽ ആശുപത്രി ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ഈ ജനറൽ ആശുപത്രി എന്ന് പറയുന്നത്. ആ ജനറൽ ആശുപത്രിയാണ് കാർഡിയോളജി വാർഡിൽ ഒരു ഡോക്ടർ മാത്രം സേവനം നടത്തുന്നു എന്ന് പറയുന്നത്. ആ ഒരു ഡോക്ടർ എത്ര രോഗികളെ കാണും? ഒരു ദിവസം 8 മണിക്കാണ് ഈ ആരംഭിക്കുന്നത്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ 1 മണിയോട് കൂടി അല്ലെങ്കിൽ 1:30 മണിയോട് കൂടി തന്നെ ഈ OP ശങ്കരമംഗലത്താണ് വിവരങ്ങളുമായി ഒപ്പം ചേർന്ന്